മോദി ഭരണകാലത്ത് ബിജെപിയിൽ എത്തിയ പല നേതാക്കളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. വ്യവസായി എന്ന നിലയിൽ രാജ്യസഭാംഗമാവുകയും കർണാടക തട്ടകമാക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടെ പൂർണ്ണമായും ഇനി പ്രവർത്തന മണ്ഡലം കേരളത്തിലേക്ക് മാറ്റുകയാണ്. വ്യവസായി, രാജ്യസഭാംഗം, കേന്ദ്രമന്ത്രി, ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് മനസ്സെല്ലാ മനസ്സോടെയാണ് മത്സരിച്ചതെങ്കിലും ആ തീരുമാനം രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ വഴിത്തിരിവാകുകയാണ്. വേരുകൾ കേരളത്തിലെങ്കിലും കർണാടകയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ തട്ടകം. 2 തവണ കർണാടകത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു രാജ്യസഭാ പ്രവേശം. 2006 പിന്തുണച്ചത് JDS എങ്കിൽ 2012 ബിജെപി കടാക്ഷിച്ചു. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു പിന്നാലെ ബിജെപിയുമായുള്ള അകലം കുറച്ചു. 3ാം തവണ രാജ്യസഭയിൽ എത്തും മുൻപേ രാജീവ് ബിജെപിയിൽ ചേർന്നിരുന്നു. 2018 മാർച്ച് 18 കൃത്യം 3ാം വർഷം കേന്ദ്രമന്ത്രിസഭയിലേക്ക് മോദിയുടെ വിളിയെത്തി. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൽ സഹമന്ത്രി സ്ഥാനം. മന്ത്രിയായിരിക്കെ 2024 തട്ടകമായ ബംഗളൂരുവിൽ നിന്ന് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടാനായിരുന്നു പാർട്ടി നിയോഗം. തോറ്റെങ്കിലും സിറ്റിംഗ് MP ശശി തരൂരിന് കനത്ത വെല്ലുവിളി ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിനായി. ഇതിനിടെ 3ാം മോദി മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതിന് പിന്നാലെ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന ട്വീറ്റും ചർച്ചയായി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തിരുവനന്തപുരത്തുണ്ടാക്കിയ സ്വീകാര്യത BJP നേതൃത്വത്തിന് ബോധിച്ചുവെന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് കരുതാൻ. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ പരമ്പരാഗത രീതി പൊളിച്ചെഴുതി രാജീവ് ചന്ദ്രശേഖറിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് BJP ദേശീയ നേതൃത്വം. ന്യൂസ് ഡെസ്ക്, News 18.